പിന്നെ ചിരി നിർത്താൻ പറ്റൂല. 1,40,000 ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപയാണ് ഞാൻ കൊടുക്കാനും ഇല്ല, എനിക്ക് തരാനും ഇല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അനുമോൾക്ക് ഒരു 1,40,000 അനുമോൾക്ക് 1,40,000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ അനുമോള് നിരസിക്കുന്നടേ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എമ്മാതിരി നുണയാണ് എന്റെ ഷിയാസ് കരീമേ നീ പറഞ്ഞിട്ടുള്ളത്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻസ് അസോസിയേഷൻ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആളിനെ നമുക്ക് മനസ്സിലായി. അവര് കുറെ നഗ്ന സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എന്റെ പൊന്ന് രാഹുലീശ്വറെ, നിങ്ങളുള്ള വില കളയരുത്. വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇക്കയുടെ കല്യാണമായ സമയത്ത് ഇക്കയ്ക്ക് ഞാൻ 1,00,000 രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അത് ഇക്ക പിറ്റേ മാസം എനിക്ക് ഇട്ട് തരുകയും ചെയ്തു. അത് ഞാൻ നീ ഒന്നും പണയണ്ട. ഇങ്ങനെ അറിയാലോ, നമുക്ക് അറിയാവുന്ന നമുക്ക് അത്ര വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇയാളും ആ സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധം നടക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ബൈജു ചേട്ടായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ വിവാഹത്തിനൊക്കെ മുൻപാണെന്നുള്ളതാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? എനിക്ക് എന്റെ ഭാര്യയും വേണം നിന്നെയും വേണം എന്ന് പറഞ്ഞ ശബ്ദദേശം അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായതാവുമല്ലേ? അത് മനസ്സിലായി. എന്താ ചെയ്യാ, എന്തായാലും നല്ല വിശ്വാസമായിരുന്നു എന്നാ പറയുന്നേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത്ര വല്ല 1,40,000 കണക്ക് എനിക്ക് അറിയത്തില്ല. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. 1,40,000 രൂപ കൊടുക്കാനുമില്ല വാങ്ങാനുമില്ലല്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ആരെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇനി വല്ല ഇൻകം ടാക്സിനെ പേടിച്ചിട്ടാണോ പറയുന്നതെന്നും പോലും നമുക്കറിയില്ല കേട്ടോ. ഒന്നേ അനുമോളെ പറയാനുള്ളൂ, ഈ ഒരു സഹവാസം അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ഷാസ്കയെ പറ്റിയുള്ളവരെ നിങ്ങൾക്കറിയാം. ഷാസ്ക എനിക്ക് ഒരു 8-9 വർഷമായിട്ട് പരിചയമാണ്. ഈ ഇൻഡസ്ട്രിയിലുള്ള ആളും കൂടി ആയതുകൊണ്ട് സ്റ്റാർ മാജിക് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷവും ഷിയാസ്കേറ്റ് ഇനാഗുറേഷൻസ് നിങ്ങളെ നമ്മൾ കാണുന്നില്ലേ പരസ്പരം, അതുപോലെയാണ് ഇനാഗുറേഷനൊക്കെ ഞാൻ ഷിയാസ്കയെ കാണുന്നത്. അത് എന്തായാലും വിശ്വസിക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ ഉദ്ഘാടന വേദിയിൽ മാത്രം കാണുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് റീൽസ് ഇതിനോടകം എത്രയോ റീൽസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. തൂക്കിയല്ലോ നാദാ. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇനാഗ്രേഷനിൽ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. ഓരോ വിവാഹ പരിപാടി അങ്ങനത്തെ പരിപാടികളില്ലേ, ഓരോ ഫംഗ്ഷൻസിന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവാർഡ് ഫംഗ്ഷൻസിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ ആ ഒരു വാക്ക് അത് വലിയ മണ്ടത്തരാന്നുള്ളതാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.